ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഇത് ഞാൻ കാണാത്ത സാധനമാണ് പ്രതിച്ഛായ. ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത് 10 days ago. I am a little behind on the schedule. Have you noticed? Wait, hold on. Use headphones for best experience. Gokulam movies. That is promising. Gokulam Gopalan are the illuminations. YouTube producers Chandu Selvaraj, Justin Vargas, Unnikrishnan B. അറിയാവുന്ന പേജുകൾ നോക്കുവാണ്. You know what? Let's look it up later. Balachandran Menon. Yes, that I know. Probably. Sharafuddin. Okay, without further ado, let's get into it. ഇത് കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. നോക്കാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എൻ്റെ വിജയകഥ കേൾക്കാനാണ്. ബട്ട് ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജൊക്കെ ആയി ചുവപ്പ് കൊടി അവൻ 1 ലക്ഷത്തിന് വേണ്ടിയാണോ ചെയ്യപ്പെടാം. പക്ഷേ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMS മേക്കിജിയും വിജയിച്ചവരാണോ അതോ പരാജയപ്പെട്ടവരോ? മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, That is true. 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെഗളിപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. നീ ഒരു കറപ്റ്റീവ് ഫോഴ്സാണ്. പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്തൊരാളാണല്ലോ. ഞാൻ ഇന്ന് വീഴുമെന്ന പരക്കെ പറച്ചില്ല. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് പുറത്തല്ല, അകത്താ. എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. The game is level now. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? പോലീസ് ഉടനെ റിയാക്ട് ചെയ്യരുത്. ചാനലും സോഷ്യൽ മീഡിയയും കത്തണം. ഇലക്ഷൻ കഥയല്ല, ഒരു നീളം സംഭവം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളിലല്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നന്നാക്കാൻ എന്തായാലും എഴുതിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നന്നാക്കാൻ പുതിയ സംവിധാനം വരുന്നു. ആശയമായ ആവശ്യം ശുഭാപ്തി വിശ്വാസിയെന്ന് മുഖ്യമന്ത്രി. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. ഡേറ്റ് പറ്റാം. കമൻസ് വായിക്കുന്നതിന് മുമ്പ് ഡേറ്റ് ഇല്ല. ഗിവ് മീ ഡേറ്റ് ടു ദിസ്. കാരണം ഡേറ്റ്, ഈ ഒരു സിനിമയിലെ ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിലർ കണ്ടപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡേറ്റ് അറിയണം. ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ഡേറ്റ് ഞാൻ മിസ്സായതാണോ? എവിടെയെങ്കിലും കാണിച്ചോ? പ്രീമിയർ പ്രസൻറ്റിങ് ഇൻ ഫിലിംസ്. ഞാൻ കമൻസ് നോക്കാതെ ഞാൻ എൻ്റെ പറയാൻ പോവാണ് എൻ്റെ ഒപ്പീനിയൻ. എന്നാന്ന് സിനിമ പറഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ റിലീസ് ചെയ്ത് നോക്കട്ടെ. New product was released in March 26th. Okay, സമയമുണ്ടല്ലോ ഇലക്ഷൻ.
ഫസ്റ്റ് കുറച്ച് ഫ്രെയിംസ് കണ്ടപ്പോൾ എനിക്കൊരു മെക്സിക്കൻ അപാരത വൈവാണ് അടിച്ചത്. അത് ഈ സമയത്ത് കൊണ്ട് വയ്ക്കേണ്ട ഒരു റീസൺ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം ഇത് മാത്രമല്ല, വേറെ വേറെ PR സംഭവങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് ലീനിയൻസ് ഒന്നുമില്ല. ഞാൻ ലെഫ്റ്റും അല്ല റൈറ്റും അല്ല. ഓക്കെ, കാരണം ബേസിക്കലി എൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഐ എം എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ലെഫ്റ്റ് ലീനിങ് ഗായ്. പക്ഷേ നമ്മുടെ ലെഫ്റ്റിനോട്ടുള്ള വിശ്വാസം എനിക്ക് ചെറുതായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ലെഫ്റ്റ് ആണോ മൊത്തത്തിലുള്ള ലെഫ്റ്റ് എന്ന് പറയുന്നൊരു, നമ്മുടെ കേരളത്തിൽ ലെഫ്റ്റ് അല്ല ആക്ച്വൽ ലെഫ്റ്റിൻ്റെ ഐഡിയോളജീസ് കുറേ മാറിയിട്ടുണ്ട്. കുറേ കോർപ്പറേറ്റ് ഇഷ്യൂസും അതൊക്കെ പ്രശ്നങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ, ഇതിൽ കുറേ ഷോർട്സ് കാണുമ്പോൾ ഇലക്ഷന് മുന്നുള്ളൊരു PR സ്റ്റണ്ട് ആണോ എന്ന് ചിന്തിക്കാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതെനിക്ക് മാത്രമല്ല, കാണുന്ന പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും ഈ സമയത്ത് കൊണ്ട് റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ ലുക്സ് ഗുഡ്, ഇറ്റ്സ് ഫൈൻ, ബട്ട് വാട്ട് ഈസ് ഡിസപ്പോയിൻറ്റിങ് ഇസ് ജയ്ഹിന്ദിനെ മാത്രം ഫോക്കസിൽ വെച്ച് കാണിച്ചിട്ടുണ്ട്. വൈ ഈസ് ദാറ്റ് മാൻ? അതാവല്ലേ ഐ എം ഹോപ്പിംഗ് ദാറ്റ്, ബിക്കോസ് യു നോ CPN കാരണം ഇതിൽ ജസ്റ്റ് പൊളിറ്റിക്സ് അല്ല, അതിന് മേളിൽ എന്തോ സംഭവങ്ങളുണ്ട്. അതെനിക്ക് മനസ്സിലായി, ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ മേനോൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ അല്ലേ? സോ ദാറ്റ് ഇസ്, അങ്ങനൊരു പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലേ? Politics. Yeah, Proper Communist Party, CPI. ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു നല്ല ഗോൾ ഉണ്ടാവും, നല്ലൊരു മോട്ടീവ് ഉണ്ടാവും. പക്ഷേ അല്ല, മോട്ടീവ് നല്ല കഥയുണ്ടാവും, നല്ല എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് കൊണ്ട് ഇങ്ങനെ ഒരു PR സ്റ്റണ്ട് ചെയ്യുകയെന്ന് വെച്ചാൽ എനിക്കത് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ മോഹൻലാലായിട്ട് പോഡ്കാസ്റ്റ് വെച്ചപ്പോഴും അതിൻ്റെ ഉദ്ദേശം സെയിം തന്നെയാണ്. ഇത് മനസ്സിലാവാത്ത ആൾക്കാരല്ല മലയാളീസ്. നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് മലയാളീസ് വിൽ അണ്ടർസ്റ്റാൻഡ്. എത്ര ചെയ്താൽ സാധാരണക്കാരന് ബുദ്ധിയുണ്ട്. പക്ഷെ എനിക്കിത് ഞാൻ ഭയങ്കര ഹോപ്പോട് കൂടി 4 മില്യൺ വ്യൂസിൽ കയറി വന്ന് കാണാൻ ഉദ്ദേശിച്ചാണ് ഹോപ്പ്. പക്ഷെ ഞാൻ ലെഫ്റ്റ് ലീനിങ് ഗായാണ്. എന്നിട്ട് എനിക്കിത് എൻജോയ് ചെയ്യാൻ, ഈ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ദേ ഹാവ് എ വെരി, ഇത് തന്നെയാണല്ലോ മാൻ നോർത്ത് ഇന്ത്യയിൽ. നമ്മൾ മലയാളിയും കംപ്ലൈൻറ്റ് ചെയ്യുന്ന കാര്യം, നോർത്ത് ഇന്ത്യയിൽ പ്രൊപ്പഗേണ്ട മൂവീസ് ഇറക്കുന്നു, PR സ്റ്റണ്ട്, ഇലക്ഷന് മുന്നേ PR സ്റ്റണ്ടിന് വേണ്ടി അവർ പരിപാടി ചെയ്യുന്നു. ഇപ്പോൾ കേരള ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതേ കാര്യം അവർ മേ ബി പ്രൊപ്പഗേണ്ട ഇതിൻ്റെ അകത്ത് ഇല്ലായിരിക്കാം, പക്ഷേ ദിസ് ഈസ് മെൻറ്റ് ടു ഇൻഫ്ലുവൻസ് സം പീപ്പിൾ റൈറ്റ് ബിഫോർ ദി ഇലക്ഷൻസ്, ആൻഡ് ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ഫോർ എ ഡെമോക്രസി. That's the reason why I cannot trending chart on 3. Man, very nice. ടോക്സിക് യഷ് ഹിന്ദി ടീച്ചറാണ്. കേരള സ്റ്റോറി ഇവിടെ അതിൻ്റെ മേളിൽ തന്നെയുണ്ട്. കൊള്ളാം, നല്ലതാണ്. ചേട്ടാ ഓക്കെ, മേ ബി കമൻറ്റ് സെക്ഷനിലെ ആൾക്കാർ ഞാനുമായിട്ട് എഗ്രി ചെയ്യില്ല, പക്ഷേ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി ഞാൻ കമൻസ് നോക്കാം. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാസ്റ്റിംഗ് ഐ അഗ്രി. രാംലീല ലൂസിഫർ പോലൊരു വിജയം പ്രതീക്ഷിക്കുന്നു. ഇതെനിക്ക് മാത്രമാണ് ലൂസിഫർ സിനിമയുടെ ടച്ച് തോന്നിയത്. ബെഞ്ചമിൻ ലൂയിസ് പടം എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പക്ഷേ സിനിമാറ്റോഗ്രഫി, കളർ ഗ്രേഡിങ് ഒരു രക്ഷയില്ല. ഇമാതിരി ഫ്രെയിംസ്. ഷഫുദ്ദീൻ വില്ലനാണ്. കാസ്റ്റിംഗ് ബാലചന്ദ്രൻ. ഈ സിനിമ നല്ലതായിരിക്കും. സിനിമയെ പറ്റി ഐ എം ഫൈൻ വിത്ത് ദാറ്റ്, ബട്ട് ഈ ടൈമിങ് മാൻ. കലങ്ങൾക്ക് ശേഷം ബാലചന്ദ്രൻ മേനോൻ. ആൾക്കാർ കമൻറ്റ് സെക്ഷനിലുള്ള ആൾക്കാരൊന്നും ഈ ഒരു ടോപ്പിക് അഡ്രസ്സ് ചെയ്യുന്നതേ ഇല്ല. സിനിമ നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് മൂവി. അത് അല്ലെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓക്കെ, പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ എക്സിറ്റ് പോൾസിൻ്റെ ഒക്കെ ഇതിൽ വന്നപ്പോൾ ഐ തിങ്ക് UDF നല്ല ലീഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. 86 സീറ്റ് എങ്ങാണ്ടത് UDF-നും നല്ല ഡിഫറൻസിലാണ് LDF ഇത് കിടക്കണേ. അപ്പം ജയിക്കാനുള്ള ചാൻസ് കുറവാണ് ഐ തിങ്ക്. ശരി, ഈ ടൈമിങ്ങിൽ ഇങ്ങനത്തെ ഒരു സിനിമ കൊണ്ട് ഇറക്കാന്ന് പറഞ്ഞാൽ ഐ ഹോപ്പ് പൊളിറ്റിക്കൽ ലീനിയൻസ് ഉള്ള സിനിമ ആവരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഇല്ല.
പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ കാരണം ഈ ട്രെയിലറിൻ്റെ ലാസ്റ്റ് കുറച്ച് പാർട്ട് ദാറ്റ് ലുക്സ് മോർ ഇൻട്രസ്റ്റിംഗ്. കാരണം അത് പൊളിറ്റിക്സിൽ ബിയോണ്ട് പോകുന്ന പോലെ തോന്നുന്നു. ഇറ്റ്സ് ലൈക്ക് കുറച്ച് ലൂസിഫർ വൈബ്സ് അടിക്കുന്നുണ്ട്. മറ്റേ ബോഡി ഗാർഡ്സ് നിൽക്കുന്ന സീനാണെങ്കിലും ഹെലികോപ്റ്ററിൻ്റെ സീൻ, ദർ ഇസ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ എൻ്റെ ഹോപ്പ് ഇസ് ദാറ്റ് ആ ഒരു എലമെൻറ്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പൊളിറ്റിക്സിൻ്റെയോ ഒരു പാർട്ടിയുടെയോ ഇമ്പോർട്ടൻസ് കുറച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഐ എം ഫൈൻ വിത്ത് ദിസ് യുനോ. പക്ഷെ ഇപ്പോൾ ഇറക്കുന്നതുകൊണ്ടുള്ളൊരു മോട്ടിവേഷൻ, ആ ഒരു ഇൻറ്റൻറ്റ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കൺസേണിങ് ടു മീ. ഞാൻ UDF അല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ ലെഫ്റ്റിങ് UDF ഒന്നും പറയല്ല, എനിക്കൊരു പാർട്ടിയൊന്നുമില്ല പ്രത്യേകിച്ച്. ഞാൻ ഇവിടെ ഐ തിങ്ക് ഞാൻ വോട്ട് ചെയ്ത ആർക്കാന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ഇവിടെ നിന്നതിൽ ഞാൻ വോട്ട് ചെയ്ത LDF ഇവിടുത്തെ ഇലക്ഷനിൽ വാർഡിൽ. കാരണം ഇവിടെ നിന്ന മനുഷ്യനെ എനിക്കറിയാം, നല്ല മനുഷ്യനാണ്. സോ ഐ ഡോണ്ട് മൈൻഡ്, ലൈക്ക് ഹീസ് എ ഗുഡ് ഗായ്. UDF സ്ഥാനാർത്ഥി നല്ലതായിരുന്നു, ബട്ട് ഐ എം മോർ ഫെമിലിയർ വിത്ത് ദ LDF ഗായ്. സോ ഹിസ് വർക്ക്, സോ ദാറ്റ്സ് വൈ ഐ ഗേവ് ഹിം ദ വോട്ട്. ഓക്കെ, യാ, ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. റൈറ്റ്, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ഒപ്പീനിയൻ യോജിച്ചില്ലെങ്കിലും ലെറ്റ് മീ നോ. യോജിക്കാത്ത ആൾക്കാരുണ്ടാവും, ഐ അഗ്രി വിത്ത് ദാറ്റ് കംപ്ലീറ്റ്ലി. ബട്ട് എനിക്ക് പാർട്ടിയല്ല പ്രശ്നം, എനിക്ക് ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല. LDF കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. UDF ഉണ്ടായിരുന്ന മതി. UDF കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, രണ്ട് പാർട്ടിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സമയത്ത് ഈ സിനിമ ഇറക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പില്ല. അൺലെസ് ഇങ്ങനത്തെ സിനിമ, ഈ സിനിമ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ ഉണ്ട്, ഇലക്ഷൻ വോട്ട് പിടിക്കാൻ ആണ്, ഒരു PR സ്റ്റണ്ട് ആവരുത്. അല്ലെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി ഓൺ ബോർഡ് വിത്ത് ദിസ്. സിനിമ നല്ലതായിരിക്കട്ടെ, സ്റ്റോറി നല്ലതായിരിക്കട്ടെ, ബട്ട് ഈ ഒരു ഐഡിയോളജി, അതാണ് എൻ്റെ ഒരു പ്രശ്നം. ദാറ്റ് ബി ഇറ്റ്. ഇഫ് യു ഡു നോട്ട് അഗ്രി വിത്ത് മീ, ഞാനുമായിട്ട് അഗ്രി ഇല്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ തെറി വിളിക്കും. ഐ വുഡ്, നിങ്ങളുടെ പോയിൻറ്റ്സ് ഞാൻ അക്നോളജ് ചെയ്യാം. എനിക്ക് മറുപടി ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ ചെയ്യാനും റെഡിയാണ്. ദാറ്റ് ബി ഇറ്റ് പീപ്പിൾ. ഞാൻ ബാലചന്ദ്രൻ മേനെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്നതുകൊണ്ട് ഐ എം ഓൾസോ വെരി ഹാപ്പി. താങ്ക് യു. It's good to see him back. Until I see you guys next video, good night and goodbye. Any trailers or movies, something that you want me to react to, let me know in the comment section below. നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഹിന്ദി ട്രെയിലേഴ്സ് ഓർ തമിഴ് ട്രെയിലേഴ്സ് സംതിങ് അതും കാണണമെങ്കിൽ let me know. ജയിലർ 2 ഇറങ്ങിയായിരുന്നോ? ജയിലർ 2 അതൊക്കെ ഒന്ന്, കാരണം വൺ കാസ്റ്റിംഗ് ആണെന്നൊക്കെ പറയും ജയിലർ 2 ഇല്ല, ഒന്നും വന്നിട്ടില്ല റീസെൻ്റ്ലി. That'll be it. Unless you guys next video, good night and goodbye.